Next question. An electrical network is arranged as shown in figure. Find the value of current in the branch AF. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സെൽ എ എഫ് മാർക്ക് ചെയ്യാൻ വിട്ടുപോയി, എ എഫ്. ഓക്കെ, ഈ എ എഫ് ബ്രാഞ്ചിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണ്. അതായത് ഈ സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവുമല്ലോ, ആയി. ഓക്കെ, അത് ഈ നെറ്റ്വർക്കിലൂടെയൊക്കെ പാസ് ചെയ്ത് പോയി അതെന്ത് ചെയ്യും, തിരിച്ച് സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് ഇങ്ങനെ അത് സർക്കുലേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സെല്ലിലൂടെ അല്ലെങ്കിൽ സെല്ലിൽ നിന്ന് പുറത്ത് വരുന്ന കറണ്ട്, ഈ ബ്രാഞ്ചിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് ദി ടോട്ടൽ കറണ്ട് ഡ്രോൺ ഫ്രം ദി സെൽ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഈ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഫ്രം ഓംസ് ലോ വി ഇസ് ഈക്വൽ ടു ഐ ആർ. ദോർ ഐ കാണണമെങ്കിൽ വി ബൈ ആർ. വി ഇവിടെ തന്നിട്ടുണ്ട്, വി നമുക്കറിയാം 22/R എന്ന് പറഞ്ഞാൽ എന്താ, ഈ ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നേരത്തെ ഒക്കെ നമ്മൾ ചെയ്തതായതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നില്ല. എന്താണ് നമ്മൾ സെൽ എൻ പോയിൻറ്റ്സ് എയും എഫും ആണ് നമ്മുടെ എൻ പോയിൻറ്റ്സ്. അപ്പോൾ ഇതിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ബ്രാഞ്ചിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തോട്ട് പോകും, ബാക്ക് സൈഡിലേക്ക് പോകും അല്ലേ. അപ്പോൾ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് വരുന്ന ടെർമിനൽസ് എന്ന് പറയുന്നത് സിയും ഡിയും ആണ്. അത് ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ആ എൻ പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യേണ്ടതില്ല, കോമ്പിനേഷനല്ല അറിയേണ്ടത്. പിന്നെ നമുക്കിവിടെ നോക്കേണ്ടത് സിയും ഇയും ആണ്. ആർ സി ഇ, ആർ സി ഇ. എന്താ ആർ സി ഇ എടുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ആർ സി. ഇത് രണ്ട് ടെർമിനൽസാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ 5 ohm 9 ohm അല്ലേ, ഇതെന്താണ്, സീരീസാണ്. 5 + 9 സീരീസ് ആകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. 5 + 9 ആ ഒരു കോമ്പിനേഷൻ പാരലൽ ടു എന്തായിരിക്കും, പാരലൽ ടു ദിസ് റെസിസ്റ്റൻസ്, അതായത് 14 ohm. പാരലൽ കോമ്പിനേഷൻ 5 + 9 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 14 പാരലൽ ടു 14, അതായത് 14 × 14 ഡിവൈഡഡ് ബൈ 14 + 14 ദാറ്റ്സ് ഈക്വൽ ടു, ഓക്കെ, 14 × 14 എന്ന് പറയുന്നത് 196 ഡിവൈഡഡ് ബൈ 14 + 14 28 ദാറ്റ്സ് ഈക്വൽ ടു 196/28 7 ohm എന്ന് കിട്ടി. ആർ സി ഇ 7 ohm ആണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നുകൂടി റീഡ്രോ ചെയ്യാം. നമുക്ക് റീഡ്രോ ചെയ്തപ്പോൾ കിട്ടിയ സർക്യൂട്ട് ഇങ്ങനെയാണ്. അതായത് ഈ ഒരു 3 റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അതാണ് എത്ര കിട്ടുന്നത് നമുക്ക്, ഇവിടെ 7 ohm കിട്ടിയത്. അപ്പോൾ ഈ 3 റെസിസ്റ്റൻസിന് പകരം ഒറ്റ 7 ohm റെസിസ്റ്റൻസ് കൊണ്ട് നമ്മുടെ ഈ സി ഇ എന്നുള്ള ടെർമിനലിൽ ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടത്, അടുത്തത് ബി ഇ എന്ന ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ആർ ബി ഇ ദാറ്റ്സ് ഈക്വൽ ടു, ഓക്കെ, ബി ഇ ഇതാണ് എൻ പോയിൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ നോക്കണേ, ഈ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ്, സീരീസാണ്. ഓക്കെ, അപ്പോൾ 11 + 7 ഈസ് പാരലൽ വിത്ത്, ഈ ഒരു കോമ്പിനേഷൻ ഏതുമായിട്ട് പാരലാണ്, ഈ 18 ഓമുമായിട്ട് പാരലൽ. ദാറ്റ് ഈസ് 11 + 7 18 × 18/18 + 18 ദാറ്റ്സ് ഈക്വൽ ടു 18 × 18 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, 18 × 18 324 അല്ലേ. 324 ഡിവൈഡഡ് ബൈ 18 + 8 36 ദാറ്റ്സ് ഈക്വൽ ടു 324/36 9 ohm. 9 ohm കിട്ടി. അതായത് ഈ 3 റെസിസ്റ്റൻസിനൊക്കെ നമ്മൾ ഒറ്റ സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് റീഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 9 ohm ഉള്ള ഒറ്റ റെസിസ്റ്റൻസ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കിട്ടി 9. ഓക്കെ, ഇവിടെ നമുക്ക് ബി എന്ന് ടെർമിനൽ കൊടുക്കാം. ബി ഇക്ക് അക്രോസ് ആയിട്ട് 9 ohm കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അടുത്ത ടെർമിനൽ എന്ന് പറയുമ്പോൾ എ ഇ ആണുള്ളത്.
ഓക്കെ. അപ്പോൾ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ഇ ദാറ്റ്സ് ഈക്വൽ ടു അവിടെ എയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അത് കുറേ തവണ പറഞ്ഞതല്ലേ. അപ്പോൾ നമ്മളിത് സീരീസ് 13 + 9 സീരീസ്, ആ ഒരു കോമ്പിനേഷൻ പാരലൽ വിത്ത് 22 ദാറ്റ്സ് ഈക്വൽ ടു, അതായത് ഈ ഒരു എ എന്നുള്ള ടേമിൽ നിന്ന് 2 വയറുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ 2 വയർ എന്തായിരിക്കും? പാരലൽ കണക്ഷൻ ആയിരിക്കും. അപ്പോൾ അതിലെ ഒരു വയറിൽ 2 എണ്ണം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 13 + 9 22 × 22/22 + 22 ദാറ്റ് ഈസ് ഈക്വൽ ടു 484/44 ദാറ്റ്സ് ഈക്വൽ ടു 11. 11 ഓ 7 9 11. ഓക്കെ. അപ്പോൾ ഇതിനെ മൊത്തമായിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് എന്ത് കിട്ടി? 11 ഓം കിട്ടി. ഓക്കെ, അതായത് നമ്മൾ ഇതിനെ വീണ്ടും ഒരു ഇക്വലൻറ്റ് സർക്യൂട്ടായിട്ട് നമ്മൾ വരെയാണെങ്കിൽ ഫൈനൽ സർക്യൂട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് 22 വോൾട്ടാണ്. ഇതാണ് എ, ഇതാണ് എഫ്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയ റെസിസ്റ്റൻസ് 11 ഓം ആണ്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈ എ എഫിലൂടെ പാസ് ചെയ്തു പോകുന്ന കറൻ്റാണ് അല്ലേ. വോൾട്ടേജ് കിട്ടി, റെസിസ്റ്റൻസ് അറിയാം. അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്തായിരിക്കും വരിക? കറണ്ട് ഇൻ ദി ബ്രാഞ്ച് AF I is equal to V/R equivalent, that's equal to RAE. അതാണ് R equivalent. അത്ര കിട്ടി നമുക്ക് 22/11 that's equal to 2 ആംപിയർ. ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറണ്ട് 2 ആംപിയർ.